സ്പാ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി പോലീസ് ഉദ്യോഗസ്ഥൻ പണം തട്ടിയതായി പരാതി. കോഴിക്കോട് റൂറൽ സ്റ്റേഷനിലെ CPOയ്ക്കെതിരെയാണ് പരാതിയുള്ളത്. താമരശ്ശേരി സ്റ്റേഷൻ പരിധിയിൽ അടിവാരത്ത് പ്രവർത്തിക്കുന്ന സ്പായിലാണ് മറ്റൊരു സ്റ്റേഷൻ പരിധിയിൽ ജോലി ചെയ്യുന്ന CPO എത്തി പണം ആവശ്യപ്പെട്ടത്. പണം തന്നില്ലെങ്കിൽ സ്ഥാപനം പൂട്ടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ജീവനക്കാരുടെ പരാതിയിൽ പറയുന്നു. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ചേരുകയാണ്. അഭിജിത്ത്, എന്ത് സാഹചര്യത്തിലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടേക്ക് കടന്നു ചെന്നത്? എന്തിന്റെ പേരിലാണ് ഇയാൾ പണം ആവശ്യപ്പെട്ടത്? മാധു, കോഴിക്കോട് റൂറലിലുള്ള ഒരു സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറാണ് ഈ ആരോപണ വിധേയൻ. നിലവിൽ ഇയാൾ അവധിയിലാണ്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് താമരശ്ശേരി സ്റ്റേഷൻ പരിധിയിലുള്ള അടിവാരം എന്ന സ്ഥലത്തെ ഒരു സ്പായിലേക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എത്തുന്നത്. ഇവിടെ ചില നിയമവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്നറിയാനാണ് താൻ വന്നത്. താൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, പരിശോധിക്കുകയാണ് എന്ന് ഇയാൾ സ്പായിലെ ജീവനക്കാരോട് പറയുന്നു. ശേഷം അവിടെയുള്ള രേഖകളൊക്കെ വാങ്ങി ഈ CPO പരിശോധിക്കുകയും ചെയ്തു. അതിനൊടുവിലാണ് പണം വേണമെന്ന് സ്പാ ജീവനക്കാരോട് ഇയാൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല, അതിനാൽ തന്നെ പണം നൽകാൻ കഴിയില്ല എന്ന് ഈ സ്പാ ജീവനക്കാർ CPOനോട് പറയുന്നു. പക്ഷേ നിങ്ങൾ പണം തന്നില്ല എങ്കിൽ സ്പാ പൂട്ടിക്കളയും സ്പാ പൂട്ടിക്കും എന്നുള്ളൊരു ഭീഷണി ഈ CPOയിൽ നിന്നുണ്ടാവുകയാണ്. അങ്ങനെയാണ് അവിടെ മേശവലിപ്പിൽ ഉണ്ടായിരുന്ന 1500 രൂപ ഈ സ്പാ ജീവനക്കാർ ഈ പോലീസ് ഉദ്യോഗസ്ഥന് നൽകുന്നത്. ഇതാണ് ഒരു പരാതി. അതിനെ തുടർന്ന് ഈ സ്പാ ജീവനക്കാർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി പറയുകയായിരുന്നു. തുടർന്നാണ് നിലവിൽ ഇപ്പോൾ ഒരു അന്വേഷണം അത് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എങ്ങനെയാണ് ഇയാൾ ഈ രീതിയിൽ അവിടെ പോയി ഒരു പരിശോധന നടത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അവധിയിലുള്ള ഒരു CPO ആണ്. അയാൾക്ക് മറ്റൊരു സ്റ്റേഷൻ പരിധിയിലെ ഒരു സ്പായിലെത്തി ഈ രീതിയിലുള്ള പരിശോധന നടത്താനുള്ള അനുവാദം നിലവിൽ ഏതായാലും ഇല്ല. അതിനാൽ തന്നെ നിലവിൽ ഇപ്പോൾ ഒരു പരിശോധന, ഒരു അന്വേഷണം അത് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു സ്പായിലേക്ക് കടന്നു ചെല്ലുക, അവിടെ നിന്ന് പണം നൽകിയില്ല എങ്കിൽ സ്ഥാപനം പൂട്ടിക്കുക എന്ന് പറയുക, എന്നിട്ട് മേശവലിപ്പിലുണ്ടായിരുന്ന 1000 രൂപയും എടുത്ത് പോവുക. ഏതായാലും ജീവനക്കാർ പരാതി നൽകിയിട്ടുണ്ട്, അന്വേഷണം ഉണ്ടാകും.